ടെക്നിക്കൽ ത്രൂ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ്. നമ്മുടെ കൂട്ടുകാരിൽ പലരും നല്ല ഫോട്ടോകൾ എടുക്കുന്നവരായിരിക്കും, അതിനെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അവരെടുക്കുന്ന നല്ല കിടിലൻ ലാൻഡ്സ്കേപ്പ് ഫോട്ടോകളെ നല്ല ജീവൻ തുടിക്കുന്ന വിഷ്വൽസാക്കി മാറ്റാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. ഇതുവരെ നിങ്ങൾ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവർ എൻ്റെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ കയറി ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇറ്റ്സ് മീ anasmuhammedtnp. അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇങ്ങനെയുള്ള ചലിക്കുന്ന ഫോട്ടോകൾക്കാണ് സിനിമാഗ്രാഫ്സ് എന്നാണ് പറയുന്നത്. ഏകദേശം 2011 ഈ സിനിമാഗ്രാഫ്സ് സ്റ്റാർട്ട് ചെയ്തത്. ഇതിന് സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ആപ്ലിക്കേഷൻ്റെ പേരാണ് zoetropic എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ഇങ്ങനെയുള്ള സിനിമാഗ്രാഫ്സ് നിർമ്മിക്കാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. ഇങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയൊരു ഇൻ്റർഫേസാണ് കാണാൻ സാധിക്കുക. ഇവിടെ താഴെയായി ടാപ്പ് ഹിയർ ടു ഗെറ്റ് സ്റ്റാർട്ട് എന്ന് ഒരു ഓപ്ഷനുണ്ട്. ഇവിടെ മെനുവിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്ത കാര്യങ്ങൾ കാണാനുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ മൈ മെമ്മറീസ് എന്നതിലുള്ളത്. ന്യൂ മെമ്മറി എന്നെടുത്താൽ നമുക്ക് പുതുതായി തുടങ്ങാനുള്ളതാണ്. ഇവിടെ നമുക്ക് ട്യൂട്ടോറിയൽസ് ലഭിക്കുന്നുണ്ട്. ഇതെങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ലഭിക്കാനുള്ള ട്യൂട്ടോറിയൽസ് ഉണ്ട്. നമുക്കിവിടെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഓപ്ഷൻസ് ഇതിൽ ലഭിക്കുന്നതാണ്. ഞാനിവിടെ ഇപ്പോൾ ടാപ്പ് ഹിയർ ടു ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിവിടെ ക്യാമറയാണോ സെലക്ട് ചെയ്യേണ്ടത്, ഗാലറി ആണോ എന്നത് ചോദിക്കും. ഞാനിവിടെ ഗാലറി സെലക്ട് ചെയ്യുകയാണ്. ആൽബം സെലക്ട് ചെയ്യുന്നു. ഞാനിവിടെ ഒരു ഉദാഹരണത്തിന് വേണ്ടി ഒരു ഫോട്ടോ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് സേവ് എന്നത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വരും. എന്നിട്ട് നമുക്കിവിടെ മോഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതിൽ നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ആരോകൾ ഇട്ട് കൊടുക്കുക. ഈ ക്ലൗഡുകളിലൊക്കെ ഒരു ആരോകൾ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇട്ട് കൊടുത്താൽ ആ ക്ലൗഡുള്ള ഭാഗം നമുക്ക് മൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. നമ്മളിവിടെ മോഷൻ എന്നത് കൊടുക്കുക. അപ്പോൾ താഴ്ഭാഗത്തുള്ള പുല്ലുകളും മൂവ് ചെയ്യുന്നതായി നമുക്ക് ഫീലിംഗ് വരുന്നുണ്ട്. അത് മാറ്റാനായി നമ്മൾ ഇവിടെ മാസ്ക് എന്നത് സെലക്ട് ചെയ്യുക. മാസ്ക് എന്നത് സെലക്ട് ചെയ്തുകൊണ്ട് നമ്മളിവിടെ കൂട്ടുകയും കുറക്കുകയും ഒക്കെ ചെയ്യാം. ഈ മാസ്കിൻ്റെ വലിപ്പം നമ്മൾ ഈ പുല്ലിൻ്റെ ഭാഗത്ത് മാസ്ക് കൊടുക്കുക. ഇത് പരമാവധി മൈന്യൂട്ടായി ചെയ്യാൻ ശ്രമിക്കുക, എന്നാലേ അത് വൃത്തിയായി കിട്ടുകയുള്ളൂ. ഞാനിപ്പോൾ ഒരു ഉദാഹരണത്തിന് കാണിക്കുകയാണ്. നിങ്ങൾ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് കൃത്യമായി ചെയ്യുക. ഇപ്പോൾ നമുക്കിവിടെ ഈ ക്ലൗഡ് മാത്രം ഇളകുന്നതായിട്ടും ഈ പുല്ലുകൾ അവിടെ തന്നെ നിൽക്കുന്നതായിട്ടുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്കിവിടെ ഇതിൽ സ്റ്റെബിലൈസ് എന്നൊരു ഓപ്ഷനുണ്ട്. അത് കൊടുത്ത് നമുക്ക് സ്റ്റെബിലൈസ് ചെയ്യാം. ഇവിടെ ഓരോ പോയിന്റുകൾ ഇട്ട് കൊടുക്കുക. സ്റ്റെബിലൈസ് ആവേണ്ട ഭാഗങ്ങളിലായി നമുക്ക് പോയിന്റുകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഒന്ന് സ്റ്റെബിലൈസ് ആയി കിട്ടുന്നതാണ്. നമുക്ക് ഈ മേഘങ്ങളൊക്കെ മൂവ്മെൻ്റൊക്കെ ഒരു സ്റ്റെബിലൈസ് മൂവ്മെൻ്റ് ആയി കിട്ടുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇനി പോയിൻറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ മോഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കൃത്യമായിട്ടുള്ളൊരു നമുക്ക് റിയൽ മൂവിങ് പോലെ നമുക്ക് തോന്നിക്കുന്നതാണ്. നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം ഇതിൻ്റെ ഇവിടെ ആയിട്ട്. അതൊക്കെയാണ് ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത. ഇത് ഇനിയും വേറെ കുറേ ഓപ്ഷൻസുകളുണ്ട്. പിന്നെ ഇവിടെ
കുറേ ഇതിൽ ഓഡിയോസ് കൊടുക്കാൻ പറ്റും. നമുക്ക് ടെക്സ്റ്റുകൾ കൊടുക്കാം, എഫക്ട്സുകൾ കൊടുക്കാം. പിന്നെ ഈ വീഡിയോ ബ്ലർ ചെയ്യാം, അങ്ങനെ പല ക്രോപ്പ് ചെയ്യാം, അങ്ങനെ പല ഓപ്ഷൻസുകളുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. കൃത്യമായി നല്ല ലുക്ക് ആയിട്ടുള്ള ഫോട്ടോകൾ നമുക്ക് നിർമ്മിച്ചെടുക്കാൻ സാധിക്കും. ഇതിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ക്ലിപ്പുകൾ നമുക്ക് ഇവിടെയുള്ള 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ഓർ എക്സ്പോർട്ട് വീഡിയോ എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഡീറ്റെയിൽസ് നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇതിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഓപ്ഷൻസുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ദയവ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവർ ഒന്ന് ഫോളോ ചെയ്യുക. ഞാൻ എൻ്റെ ഈ വീഡിയോ ചാനലിലിടുന്ന അപ്ഡേറ്റ്സുകൾ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ആദ്യം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.